മതനേതാക്കന്മാർ വഹാബിസത്തിന് കീഴ്പ്പെട്ടു. അതായത് മതനേതാക്കന്മാരിലെ മുകൾ തട്ട്, പ്രത്യേകിച്ച് സമൂഹം എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ജനതയാണ് സയ്യിദന്മാർ. ആ സയ്യിദന്മാരുടെ മുകൾ തട്ട് വഹാബിസത്തിന് വഴിപ്പെട്ടു. കോർപ്പറേറ്റുകളുടെ കൂട്ടുകാരുമായി. കോർപ്പറേറ്റുകളുടെ മതം എപ്പോഴും വഹാബിസായിരിക്കും. പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾ മുഴുവനും ഇപ്പോൾ അഴിഞ്ഞാടുന്നത് വഹാബി രാജ്യങ്ങളിലാണ്. അപ്പോൾ അവരുടെ മതം പൊതുവായി ഒരു വഹാബിസായിരിക്കും. നമ്മുടെ സയ്യിദന്മാരുടെ നേതാക്കൾ മുഴുവനും കോർപ്പറേറ്റുകളുടെ അടിമകളാണ്. അല്ലാത്ത നിലയിലും വഹാബിസം അവർ സ്വാധീനിച്ചു. അപ്പോൾ അതിശക്തമായി വഹാബിസം സ്വാധീനിച്ചവരാണ് നമ്മുടെ സയ്യിദന്മാരുടെ മുകളിലുള്ള ആളുകൾ. യൂത്തിൽ ലിബറലിസ്റ്റുകളുമാണ്. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് ഇന്ന് മലയാളക്കര. ഇനി നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, സമൂഹത്തെ പിടിച്ചെത്താൻ കഴിയില്ല. അല്ലെങ്കിൽ ഇവരെ നേതൃസ്ഥലങ്ങളിൽ നിന്ന് താഴെ ഇറക്കി വെക്കാൻ സുന്നി പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം. അതിന് കഴിയൂല. എന്തുകൊണ്ട്? കെട്ടുപാടുകൾ. സുന്നികളുടെ അടിയന്തരമായി കഴിഞ്ഞു. സുന്നികൾക്ക് ഇനി അടിയന്തരം ഉണ്ടാവുള്ളൂ. യാതൊരു സംശയം. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നും, പക്ഷെ അത് നടക്കും. എന്തുകൊണ്ട്? മുകളിലുള്ള സുന്നി സയ്യിദന്മാർ മുഴുവനും വഹാബികളാണ്, കടുത്ത വഹാബികളാണ്. പിന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി സുന്നി ആയി നടിക്കുന്നേ ഉള്ളൂ. 1. 2, അവരുടെ വീടുകളിലെ അടുക്കളയിലെ ഭാര്യമാരിൽ 90% പെണ്ണുങ്ങൾ പക്ക വഹാബിച്ചുകളാണ്. നമ്മുടെ ഏത് തങ്ങന്മാരെ പറ്റിയാണ് ചോദിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന തങ്ങന്മാരെന്നെ കുട്ടികളി. നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന തങ്ങൾ കുടുംബം, ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യമാർ 90% പെണ്ണുങ്ങൾ വഹാബിച്ചുകളാണ്. ആർക്ക് തെറ്റ് ആർക്ക് പറ്റിയാലും തെറ്റെന്നേ മനസ്സിലാക്കണ്ടുള്ളൂ. അതന്ന് വന്നു ഇന്ന് വന്നു അങ്ങനെ ഉണ്ട്. അല്ല, മൂത്താപ്പാൻ്റെ കാലത്ത് തന്നെ അവരെ കിട്ടിയതാണ്. ആ ജാതി ഭർത്താൻ മൂത്താപ്പാക്ക് തെറ്റ് പറ്റൂല എന്നുള്ള ഇസ്ലാമിൻ്റെ നിയമം ഉണ്ടാകണം. അമ്പിയാക്കൾക്ക് തെറ്റൂല എന്ന് ഇസ്ലാമിലുള്ളൂ. പിന്നീട് ആർക്കും തെറ്റാം. ഇപ്പം നമ്മൾക്ക് എന്താണ് സിദ്ദീഖുൽ അക്ബർ തെറ്റ് പറ്റിയാലും പിന്നീടുള്ള മൂല്യന്മാർക്ക് തെറ്റ് പറ്റൂല എന്നാണ് നമ്മൾ വാദം. അതൊരു പുതിയ വാദം. സിദ്ദീഖുൽ അക്ബർ തെറ്റുപറ്റി എന്ന് നമ്മൾ സമ്മതിച്ചാലും നമ്മളുടെ ഈ അടുത്ത കാലത്തൊക്കെ മരിച്ചുപോയ, ഈ പ്രത്യേകിച്ച് വിഭജനത്തിന് ശേഷം 2 സുന്നികൾ വിഭജിക്കപ്പെട്ടതിന് ശേഷം മരിച്ച ഒരു നേതാവിന് തെറ്റുപറ്റിയെന്ന് 2 കൂട്ടം തമ്മിക്കൂല. അത് മതവിരുദ്ധമായ ചിന്താഗതിയാണ്. ഏതൊരാൾക്കും തെറ്റും. കണ്യത്തിൽ മാല്യമാണ് തെറ്റുകൂടെ തെറ്റുറ്റ. പക്ഷെ കണ്യത്തിന് തെറ്റുപറ്റി ഇപ്പോൾ വിളിച്ചാൽ ഇവിടെ കത്തും. അതിന് കാരണം മതമല്ല, പക്ഷപാതിത്വമാണ്. അപ്പം മതം എന്ന പേരിൽ നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന മതമല്ല, പക്ഷപാതിത്വമാണ്. ഞാൻ കണ്യത്തിന് ഉദാഹരണം പറഞ്ഞത് കത്തിൽ കുറച്ച് കുറക്കാനാണ്. എൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ അതിനേക്കാൾ കത്തും. അത് മതമല്ലടോ. ഇപ്പം ഈ വഹാബി, ഈ സയ്യിദന്മാരെയൊക്കെ തറവാട്ടിലുള്ള 90% വഹാബി പെണ്ണുങ്ങളാണ്. ഈ പെണ്ണുങ്ങളെ കെട്ടിയത് കുറച്ച് മുമ്പാണല്ലോ. അന്ന് മൂത്താപ്പ ജീവിച്ചിട്ടുണ്ടല്ലോ, വരാപ്പ ജീവിച്ചിട്ടുണ്ടല്ലോ. ആ മൂത്താപ്പക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. നിങ്ങൾക്കുണ്ടോ?